വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം കൂടി ഒരാൾ പറഞ്ഞു, അതിൻ്റെ കൂടെ അവൻ്റെ കൂടെ. ഇതിനെങ്ങനെയാണ് അറബി പറയാന്നുള്ളത്? ഇത് അറബി ഭാഷ മലയാളമായിട്ട് ബന്ധമല്ല, ഒരു സ്റ്റൈലല്ല പോകുന്നത്, ആ ഒരു പാറ്റേണിലല്ല പോണത്. അഥവാ ഹുവ എന്നാൽ അവൻ എന്നാണ്. ഇപ്പം ഹാദ എന്നാൽ അവൻ എന്നതിനും അത് എന്നതിനും ഒരുപോലെ പറയുന്നത് കൊണ്ട് അതിൻ്റെ പിന്നെന്താണ് പറയുക, ഡാൻസിങ് വേർഡ്സ് നമ്മൾ പേര് പറയുന്ന ദമീർ മുത്തസിൽ ഒന്നിച്ചു വരുന്നതാണ് ഹൂ എന്നത്. അപ്പം മഅഹു എന്നാൽ അവൻ്റെ കൂടെ എന്നാണ്. അതേ സാധനം തന്നെയാണ് മഅഹു, അവൻ്റെ കൂടെ അതിൻ്റെ കൂടെ, രണ്ടും. ഓക്കെ, പറയും ഉഷ് മഅഹു, അതിൻ്റെ കൂടെ എന്താ ഉള്ളത്? ഉഷ് എന്തൊക്കെ മഅഹു, അവൻ്റെ കൂടെ എന്താ ഉള്ളത്? അപ്പോൾ സാഹചര്യത്തിൽ നിന്നത് മനസ്സിലാക്കുകയേ നിർവാഹമുള്ളൂ. മഅഹു എന്നാൽ അവൻ്റെ കൂടെ എന്നതിനും മഅഹു എന്നതിന് അതിൻ്റെ കൂടെ എന്നതിനും പറയും. ഏതുപോലെ ഹാദ എന്ന വാക്കുണ്ടല്ലോ, ഉഷ്ഹാദ എന്താ ഇത്, എന്നാൽ മിൻ ഹാദ ആരാ ഇത്, വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ആരാണ് എന്നതിന് മീൻ എന്നും എന്താണ് എന്നതിന് യേശ് എന്നാണ്. അപ്പൊ ഒരു നിർജ്ജീവ വസ്തുവാണെങ്കിൽ യേശ് ഹാദ എന്ന് പറഞ്ഞാൽ മതി. അവിടെ പിന്നെ ജീവുള്ള മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ മീൻ എന്ന് പറയണം. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അൻഹു അവനെക്കുറിച്ച് എന്നും അൻഹു അതിനെക്കുറിച്ച് എന്നും ഒരുപോലെ പറയും എന്ന് മനസ്സിലാക്കുക.